സതീശൻ എന്നുള്ള ആ വ്യക്തിയോടുള്ള നമ്മുടെ നിലപാടിന് യാതൊരു മാറ്റവുമില്ല. അതിന് എന്ത് പറഞ്ഞാലും ഇല്ല. കാരണം ഇത്ര അപമാനിക്കാൻ അതായത് ഇത്രയും ഒരു വലിയ പ്രസ്ഥാനത്തെ, ആ പ്രസ്ഥാനത്തിൻ്റെ ഒരാവശ്യം സംസാരിക്കാൻ വിളിച്ചതാണ്. അത് സമയം ചോദിച്ചിട്ട് തരാതെ, മറുപടി പോലും പറയാതെ ഇത്ര നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചത് ഞങ്ങൾക്ക് വാശി തോന്നാതിരിക്കുമോ? നിങ്ങൾക്ക് കിട്ടുന്നില്ലെന്നാണ് പറഞ്ഞത്. നിങ്ങൾ ചോദിക്കാതെ ചോദിച്ചു. ഞാൻ റെഡിയായിരിക്കുക, പട്ടിണി ചോറൊന്നും ഉണ്ണാതിരിക്കുക. ഞാനോ? ഇല്ല, ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല. ഒരു മനുഷ്യരോട് സംസാരിച്ചിട്ടില്ല. ഇതിനെ സംബന്ധിച്ച് ഇങ്ങനെ മാധ്യമങ്ങളിൽ വന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ അത് കേട്ടിട്ടുള്ളതല്ലാതെ വേറൊന്നുമില്ല. ഇന്നിപ്പോ ഈ ചർച്ച വരാനുണ്ടായ ഒരു സാഹചര്യം ഹിന്ദു ഐക്യവേദി പ്രതിനിധികൾ, പ്രത്യേകിച്ച് ശശികല അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ക്യാബിൽ ചെന്ന് കാണുന്നു, സന്ദർശിക്കുന്നു. ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇതെല്ലാം ഒരുപോലെയുള്ളൂ. ഹിന്ദു ഐക്യവേദിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം. ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റാൻഡിൽ ഉറച്ചു നിൽക്കാനുള്ള കരുത്ത് ഞങ്ങൾക്ക് പ്രസ്ഥാനത്തിനുണ്ട്. അതോടെ ഞങ്ങൾ നിന്നോളാം. എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ സമുദായങ്ങളെയും എല്ലാ മതവിഭാഗങ്ങളെയും ഒരു സൗഹാർദ്ദപരമായിട്ട് പ്രവർത്തിച്ചു പോകാൻ ഒരു രാഷ്ട്രീയത്തിലും ഞങ്ങൾ ചേരുന്നില്ല. അയ്യപ്പ സംഘം ഇനി നടത്തില്ല. അപ്പം കഴിഞ്ഞ തവണത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയതാണെന്ന് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ പറഞ്ഞു അങ്ങനത്തെ ഒരു പരിപാടി ഇനി നടത്തില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ NSSന്റെ ഒരു നിലപാട് എന്താണ്? അല്ല, ഇടതുപക്ഷം എന്താ ചെയ്ത് അതുപോലല്ലേ ഇപ്പം നിൽക്കുന്നത്? അനങ്ങുന്നുണ്ടോ? ഇത്ര ഞങ്ങളിപ്പോൾ മൂക്കിലിട്ട് കളയെന്നൊക്കെ പറഞ്ഞ് ഇത് ബഹളം ഉണ്ടാക്കിയതല്ലേ ഇവിടെ? എന്തോ ഇത്? അതിപ്പോഴും കോടതിയിലും പോലീസിൻ്റെ കയ്യിലുമായിട്ട് നിൽക്കുക. പുതിയ ഭരണം വന്നിട്ട് അനങ്ങിയോ?